ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുണ്ടായിരുന്ന ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇതിൽ ഈ SIT രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ച് ആദ്യം രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലെ FIR ഉൾപ്പെട്ടിരുന്ന മുഴുവൻ പ്രതികളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് EDയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ തുടർന്നുണ്ടാകുന്ന EDയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കങ്ങളിൽ ആ തന്ത്രിയെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അവിടെ തന്ത്രി മഹേഷ് മോഹനിൽ നിന്നും ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. കാരണം ഗോവർദ്ധന്റെ ബംഗളൂരുവിലുള്ള ജുവലറിയിലെത്തി ചില പൂജകൾ ചെയ്യുന്നതിലടക്കം ഈ തന്ത്രി മഹേഷ് മോഹൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളും അതിന്റെ ഇൻവിറ്റേഷൻ കാർഡുമൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് പിന്നാലെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനിലേക്ക് കൂടി അന്വേഷണ സംഘത്തിന്റെ വിശദമായ ചോദ്യം ചെയ്യലടക്കം എത്തിയേക്കുമെന്നുള്ള അഭ്യൂഹവും ഏറുകയാണ്. തീർച്ചയായും അങ്ങനെയെങ്കിൽ കാരണം ഇനി ഞാൻ സൂചിപ്പിച്ച പോലെ മകരവിളക്കിന് ദിവസങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അതിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ശബരിമലയിൽ. സജിത്ത്, ഈ തന്ത്രി കണ്ഠരര് രാജീവർക്ക് പിന്നാലെ മോഹനിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമ്പോൾ, മഹേഷ് മോഹനിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമ്പോൾ ഈ ശബരിമലയുടെ പ്രത്യേകിച്ചും ഈ മകരവിളക്കിന്റെ ഒക്കെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അത് ഏത് രീതിയിലായിരിക്കും? അത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ മുറിപ്പെടുത്തിയ, അവരെ സംബന്ധിച്ച് ഏറെ വൈകാരികമായിട്ടുള്ളൊരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാറിയിട്ടുണ്ട്. അത്രയധികം അവർ പ്രാധാന്യത്തോടെ കാണുന്ന ശബരിമലയിലെ വിഗ്രഹങ്ങളടക്കം മോഷ്ടിച്ചോ എന്ന് പോലും ചില സംശയങ്ങൾ ഉയരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടെയാണ് ദൈവതുല്യരായി കാണുന്ന തന്ത്രി അറസ്റ്റാകുന്നു. മറ്റ് തന്ത്രിയിലേക്ക്, അതായത് ഇപ്പോഴത്തെ തന്ത്രിയിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്ന സൂചനകൾ കൂടി വരുന്നത്. ഇത് ഏത് രീതിയിലായിരിക്കും ഈ മകരവിളക്കിന്റെയൊക്കെ നടപടിക്രമങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ സജിത്ത്? ടോം, മകരവിളക്ക് നടപടിക്രമങ്ങളെയൊന്നും ഒരു അർത്ഥത്തിലും ഇത് ബാധിക്കേണ്ടതില്ല, അത് ബാധിക്കാൻ സാധ്യതയുമില്ല. പക്ഷേ വിശ്വാസികളെ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ഞെട്ടൽ ചെറുതല്ല. കാരണം ശബരിമല എന്ന ഏറ്റവും ഭക്തർ വന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരിടം, അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകൾ വന്നു പോകുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഒരിടത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അയ്യപ്പന് മുകളിലാണ് ശബരിമലയിലെ വിശ്വാസപ്രകാരം തന്ത്രിയുടെ സ്ഥാനം. അയ്യപ്പൻ്റെ പിതാമഹൻ എന്നതാണ് വിശ്വാസപ്രകാരം വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രി തന്നെ ഇതിൽ ഉൾപ്പെട്ടു എന്നത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടിയായി പുറത്തു വരികയാണ്. ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പുറത്തു വരുന്ന ചില വിവരങ്ങളിലും ആ ഒരു വികാരം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. കണ്ഠരര് രാജീവരെ സംബന്ധിച്ച് വില്ലനാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് നേരത്തെ ഞാൻ പരാമർശിച്ച ഈ ശബരിമലയിൽ കൊടിമരം, ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന വാജി വാഹനം, അത് ശബരിമലയിൽ പുതിയ കൊടിമരത്തിൽ പുനഃസ്ഥാപിച്ചപ്പോൾ പുതിയ വാജി വാഹനം അവിടെ സ്ഥാപിച്ചു. ഒരു കുതിരയുടെ രൂപത്തിലുള്ള ദൈവിക വിധിപ്രകാരമുള്ള ഒരു വസ്തുവാണത്. അത് എങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ഈ വിവാദം ഉയർന്നപ്പോഴാണ് രേഖാമൂലം ഒരു കത്ത്, അദ്ദേഹം ഒരു രേഖാമൂലം നൽകുന്നത്. തനിക്ക് ഇത് ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാവണം, തൻ്റെ കൈവശമാണ് ഇത് ഉള്ളതെന്ന കാര്യം. അപ്പോൾ ഇതെങ്ങനെയാണ് തന്ത്രിയുടെ കൈവശം വന്നതെന്ന ചോദ്യം അപ്പോൾ തന്നെ ഉയർന്നിരുന്നതാണ്. തന്ത്രിക്ക് ഇതെങ്ങനെയാണ് കൈവശം വെക്കാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നടന്നിരുന്ന പല കാര്യങ്ങളിൽ പോലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വഴി തുറക്കലായി എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. അതല്ലെങ്കിൽ പല രീതിയിലുള്ള ക്രമക്കേടുകളും അവിടെ നടന്നിരുന്നു. ചിലതൊക്കെ ക്രമക്കേടുകളായി മാറി, ചിലതെല്ലാം ക്രമക്കേടുകളില്ലാതെ ആ കൃത്യം എന്തോ ഭാഗ്യത്താൽ രക്ഷപ്പെട്ടു പോകുന്ന രീതിയിലുണ്ടായി. എന്തായാലും കൃത്യമായ ചിട്ടവട്ടങ്ങൾ, നിയമപ്രകാരമുള്ള കാര്യങ്ങളൊന്നും പാലിക്കപ്പെടാതെയാണ് അവിടുത്തെ പല കാര്യങ്ങളും നടന്നിരുന്നത് എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലെ പല കാര്യങ്ങളും നമുക്ക് വിധിക്കപ്പെടുന്നത് താന്ത്രിക വിധിയുണ്ട്, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം അതിനെ ഗവേൺ ചെയ്യുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ഒരു ബോഡി, അത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അതും നിയമപരമായി പാലിക്കപ്പെടേണ്ടതുണ്ട്. ഇതിന് രണ്ടിനും ഇടയിൽ നിന്ന് വേണം അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകാൻ. ആ രീതിയിൽ അവിടെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് പഴുതാക്കി അവിടെ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നതുകൂടിയാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും മൊത്തത്തിൽ വെളിപ്പെടുന്ന കാര്യം. ഇതൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ
പോറ്റിക്കൊക്കെ പഴുതായി മാറുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം സാധ്യതകൾ കണ്ടറിഞ്ഞ് അവിടെ ഈ നീക്കം നടത്തുന്നതിൽ, അതിൽ ഇടപെട്ടത് നിയന്ത്രിക്കുന്നതിലൊക്കെ തന്ത്രിക്കും വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, തന്ത്രിയുടെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളിലേക്ക് കടന്നു വരുന്നത്. അതിൽ എത്ര കണ്ട് കോടതിക്ക് മുന്നിലൊക്കെ തന്ത്രിക്കെതിരായ വാദം നിലനിൽക്കും എന്നതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളിൽ അത് തന്ത്രിക്ക് കൂടി പങ്കായി മാറുകയാണ്. സ്വാഭാവികമായും സ്വർണ്ണമോഷണത്തിൽ തന്ത്രിക്ക് കൂടി പങ്കുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് കൂടി ഇത് വരികയാണ്. എന്തായാലും ഇതിന് ഉത്തരം നൽകേണ്ട SIT തന്നെയാണ്. SITയുടെ കണ്ടെത്തൽ എന്താണ്, പുറത്തു വന്ന തെളിവുകൾക്കപ്പുറമുള്ള പുതിയ തെളിവുകളുണ്ടോ, ആ തെളിവുകൾ എങ്ങനെയെങ്കിൽ കോടതിക്ക് മുന്നിൽ നിലനിൽക്കുമോ എന്ന ചോദ്യമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ ഈ നീക്കം അതുണ്ടാക്കുന്ന പ്രത്യാഘാതം, അതല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. കാരണം വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മകരവിളക്ക് ഉത്സവം ഈ 14 നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും ആ ദിവസങ്ങളിലേക്ക് അടുത്തു വരുന്ന ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. ഇതിനിടയിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. അത് സ്വാഭാവികമായും വിശ്വാസികളിൽ എന്തുതരം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ശബരിമല തന്ത്രിയാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്, അറസ്റ്റിലായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 10 മുതലാണ് അദ്ദേഹം SITയുടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിധേയനായത്. ഒടുവിൽ അറസ്റ്റിലേക്ക് എത്തുന്നു. അദ്ദേഹത്തെ കുരുക്കിയതാവട്ടെ ഈ 2 പ്രധാനപ്പെട്ട മൊഴികളാണ്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളും മറ്റൊന്ന് A. പത്മകുമാറിൻ്റെ മൊഴികളും. രണ്ടിടത്തും തന്ത്രിക്കെതിരായ സൂചനകളും തെളിവുകളുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണമോഷണത്തിന് വഴി തുറന്നത് തന്ത്രിയുടെ ഇടപെടൽ കൂടിയാണ് എന്നതാണ് SITയുടെ കണ്ടെത്തലെന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ഡാൻ, ഇനി തന്ത്രിയെ എപ്പോൾ കോടതിയിൽ ഹാജരാക്കും? അതോടൊപ്പം ഇനി തുടർന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കിയേക്കാം. ഒരുപക്ഷെ വൈദ്യപരിശോധനയ്ക്കായി അതിനു മുമ്പ് ജനറൽ ആശുപത്രിയിൽ എത്തിക്കാനാണ് സാധ്യത. അതിനുശേഷമായിരിക്കും കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് തന്ത്രി കണ്ഠരര് രാജീവരുമായി പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളോടെ പോവുക. അവിടെ കോടതിയിൽ ഒരുപക്ഷെ കോടതിയുടെ സമയം കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. എന്തായാലും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലായിരിക്കും ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ പ്രത്യേക അന്വേഷണ സംഘം കൊല്ലത്തേക്ക് കൊണ്ടുപോകുക എന്നാണ് സൂചന. എന്തായാലും ഒരുപക്ഷെ 2-3 മണിക്കൂർ കൂടി അധികമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിവരും. അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിന്റെ മറ്റ് നടപടികൾ പൂർത്തിയാക്കി വൈദ്യപരിശോധന കൂടി നടത്തിയതിനു ശേഷമായിരിക്കും കൊല്ലത്തേക്ക് കൊണ്ടുപോവുക. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പോലീസിന് ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടി പൂർത്തിയാക്കിയതിനു ശേഷമേ അദ്ദേഹത്തെ ഈഞ്ചക്കലിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൂ. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സുപ്രധാനമായ ചില ഇടപെടലുകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരിലേക്ക് അന്വേഷണം എത്തി നിൽക്കുമ്പോൾ ഇനി ആരൊക്കെ വീഴും എന്ന ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം തേടാനുള്ളത്. വളരെ സുപ്രധാനമായ നീക്കങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലുണ്ടാകുന്നു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തുടർന്ന്